ഓ, ഇവിടെ ഒന്നും സംഭവിക്കാത്ത രീതി ഇരിക്കുക രണ്ടുപേരും അല്ലേ? ഈ നിമിഷം രണ്ടുപേരും ഇവിടുന്ന് അറിയിക്കണം. പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതേ എന്റെ വീടാ. ഇവിടെ എനിക്ക് താല്പര്യമില്ലാത്ത ആരും നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ദ്രപ്രസ്ഥം എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും ഇവിടെ തന്നെ താമസിക്കും. നിനക്ക് അവകാശപ്പെട്ടതോ എന്ന് ആര് പറഞ്ഞു? അത് മറ്റാരും പറയേണ്ട കാര്യമില്ല. എന്റെ അച്ഛൻ നിങ്ങളാണ്. നിങ്ങൾ എന്നെ മകനായി അംഗീകരിക്കുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. കിരൺ, ഒന്ന് പതിയെ പറ, എല്ലാരും കേൾക്കും. ആ ഓർമ്മ ഞങ്ങൾക്ക് മാത്രം മതിയോ ചേച്ചി? ഞാനും ദുർഗയും ആരോടും വഴക്കിന് പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് സ്വൈര്യം തരാതെ ഇങ്ങോട്ട് വഴക്കിന് വന്നാ അതിന് നിന്ന് തരികയില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞു ഈ ജന്മത്തെ ഞാനിവനെ അംഗീകരിക്കില്ലെന്ന്. അത് സ്വപ്നം കണ്ട് ആരും നിൽക്കണ്ട. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് പൃഥ്വിയാ. നിങ്ങളൊരു മനുഷ്യനാണോ? ജന്മം നൽകിയ മകനെ തള്ളി പറയാൻ എങ്ങനെ സാധിക്കുന്നു? കിരൺ പ്ലീസ്, ചെറിയച്ഛന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. എന്തിന് കിരണിനെ മനസ്സിലാക്കാത്ത ആളെ കിരൺ എന്തിനു മനസ്സിലാക്കണം? ലൈഫിന്റെ പകുതിയോളം ആസ്വദിച്ച് ജീവിച്ച ആളല്ലേ ഇദ്ദേഹം. സ്വന്തം മകന് വേണ്ടി ഒന്ന് താണു കൊടുക്കാൻ മനസ്സ് വരുന്നില്ലല്ലോ. ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാതെയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതിന് ഒരേ ഒരു കാരണം എനിക്ക് ജന്മം നൽകിയ ഈ മനുഷ്യനാണ്. എന്ത്? നിനക്ക് ഞാൻ ജന്മം തന്നോ? നിന്റെ അമ്മ അച്ഛനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് കരുതി നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും തന്തയായിട്ട് തെരഞ്ഞെടുക്കാമെന്നാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല, നീ എന്ത് ചെയ്യൂടാ? എന്നെ കൊല്ലുവോ? എന്നാ കൊല്ലടാ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ എന്റെ ശവമല്ല അവരെ കാണുന്നത്. കാണട്ടെ, കണ്ട് സന്തോഷിക്കട്ടെ. തൊട്ടുപോലെ തന്നെ വേണ്ട, മതി, ഇങ്ങോട്ട് വന്നേ. കിരൺ വേണ്ട, വേണ്ട, ഇപ്പൊ പോവണ്ട, വേണ്ട, വേണ്ട എന്ന് പറഞ്ഞില്ലേ? ചെറിയച്ച, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാലോ? ഇത്രയും ടെൻഷനായ സ്ഥിതിക്ക് ചിലപ്പോ പ്രഷർ വേരിയേഷൻ ഒക്കെ വന്നു കാണും. വേണ്ട മോളെ, റെസ്റ്റ് എടുത്ത് മാറിക്കോളും. അത് ശരി, അവരോട് സംസാരിച്ച് ഇവിടുന്ന് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടുന്ന് സംസാരിച്ചിരിക്കുവാണോ? അതോ അവരെ പറഞ്ഞയച്ചോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മറുപടി പറയാതിരുന്നാൽ എന്താ എന്റെ അർത്ഥം? ഓ, അപ്പോൾ അവരിവിടുന്ന് പോവില്ല അല്ലേ? അതല്ലേ നിങ്ങൾ മിണ്ടായിരിക്കുന്നേ? പൃഥ്വി, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നേ? ഇവിടെ നടക്കുന്നൊക്കെ ചേച്ചി കാണുന്നതല്ലേ? നിങ്ങൾ എന്തിനാ അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തെ.